അർജുനൻ ഭഗവാനോട് ചോദിച്ചു, അങ്ങ് പരബ്രഹ്മവും പരംധാമവുമാണ്. പരമശുദ്ധിയും അങ്ങ് തന്നെ. അങ്ങ് നിത്യനും പ്രകാശരൂപിയും ആദിദേവനും ജന്മരഹിതനും സർവവ്യാപിയും പരമപുരുഷനുമാണ് എന്ന് നാരദനും അസിതനും ദേവലനും വ്യാസനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് അത് സ്വയം പറയുന്നു. അല്ലയോ പുരുഷോത്തമ, ഭൂതങ്ങളുടെ മൂലകാരണമേ, ദേവന്മാർക്കും ദേവനായുള്ളവനെ, ജഗദീശ്വര, അങ്ങ് സ്വയം ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയുന്നു. അങ്ങ് ഏതെല്ലാം വിഭൂതികൾ കൊണ്ടാണ് ഈ ലോകത്തെ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നത്? ദിവ്യമായ ആ സമസ്ത വിഭൂതികളും അങ്ങെന്നോട് പറയണം. ഹേ മഹായോഗി, ഞാൻ എങ്ങനെ ധ്യാനിച്ചാലാണ് അങ്ങയെ അറിയുക? ഏതേതു ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത്? അങ്ങയുടെ യോഗ ഐശ്വര്യത്തെയും വിഭൂതികളെയും കുറിച്ച് വിശദമായി എനിക്ക് പറഞ്ഞു തരിക. എന്തെന്നാൽ മോക്ഷത്തെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് മതി വരുന്നില്ല. ഭഗവാൻ അതിന് ഇപ്രകാരം മറുപടി നൽകി. എൻ്റെ വിഭൂതികൾ അനന്തമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ടവ മാത്രം പറയാം. സകല ഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആത്മാവ് ഞാനാണ്. ഭൂതങ്ങളുടെ ആദിമധ്യാന്തങ്ങളും ഞാൻ തന്നെ. 12 ആദിത്യന്മാരിൽ വച്ച് വിഷ്ണു എന്ന ആദിത്യനും, ജ്യോതിസുകളിൽ അംശുമാനായ രവിയും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനും ഞാനാണ്. വേദങ്ങളിൽ സാമവേദവും, ദേവന്മാരിൽ ഇന്ദ്രനും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ഭൂതങ്ങളിൽ ജീവനും ഞാനാണ്. രുദ്രന്മാരിൽ ശങ്കരനും, യക്ഷരക്ഷസുകളിൽ കുബേരനും, വസുക്കളിൽ അഗ്നിയും, പർവ്വതങ്ങളിൽ മഹാമേരുവും ഞാൻ തന്നെ. പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതിയായി നീ എന്നെ അറിയുക. സേനാപതികളിൽ സുബ്രഹ്മണ്യനും, ജലാശയങ്ങളിൽ സമുദ്രവും ഞാനാണ്. ഞാൻ മഹർഷിമാരിൽ ഭൃഗുവും, വാക്കുകളിൽ ഓങ്കാരവും, യജ്ഞങ്ങളിൽ ജപയജ്ഞവും, സ്ഥാവരങ്ങളിൽ ഹിമവാനുമാണ്. വൃക്ഷങ്ങളിൽ അരയാലായും, ദേവർഷികളിൽ നാരദനായും, ഗന്ധർവന്മാരിൽ ചിത്രരഥനായും, സിദ്ധന്മാരിൽ കപിലമുനിയായും ഞാൻ വർത്തിക്കുന്നു. കുതിരകളിൽ ഉച്ചൈശ്രവസും, ആനകളിൽ ഐരാവതവും, മനുഷ്യരിൽ രാജാവും എൻ്റെ വിഭൂതികളാണ്.